നമ്മൾ കുറച്ച് ദിവസങ്ങളായി കണ്ടിട്ട്, കുറച്ച് ദിവസങ്ങളിലല്ല, ഒരു മാസം മുന്നേ കണ്ടതാണ് എന്ന് വിചാരിക്കുന്നു. സോ ഒരു മാസം മുന്നേ എന്ന് പറയുമ്പോഴത്തേനും പഠിച്ച കാര്യങ്ങളും ചിലപ്പോൾ മറന്നു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് സാരമില്ല, നമുക്ക് ഏതായാലും ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. റെസിപ്റ്റ്സും പേയ്മെന്റ്സും പിന്നെ എന്താണ് ഇൻകവും എക്സ്പെൻഡിച്ചറും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനെ സംബന്ധിച്ച് 2 അക്കൗണ്ട്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു അക്കൗണ്ട്സ്? അതെ, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്, പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഈ 2 അക്കൗണ്ടുകളുടെയും പ്രത്യേകതയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, അതിന് ഞാൻ കുറച്ച് ഹോംവർക്ക്സും തരുന്നു. ചെയ്തായിരുന്നോ? ചെയ്തില്ലെങ്കിൽ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അത് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഇനി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെയും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെയും വ്യത്യാസങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഓർക്കുന്നുണ്ട് വ്യത്യാസങ്ങൾ? നമ്മൾ 3-4 കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. പഠിച്ചായിരുന്നോ? മറന്നുപോയോ? എന്നാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലിങ്ങനെ ഓർമ്മ കാണില്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇല്ലയോ? ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നമ്മൾ ആദ്യം എഴുതുന്ന ഒരു കാര്യം, പുസ്തകം വരച്ച് നോക്കുകയാണോ? പുസ്തകം വരച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ആദ്യമായിട്ട് നമ്മൾ എഴുതുന്നത് ബാലൻസ് ബ്രോട്ട് ഡൗൺ ആണ്. അതായത് ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക്. ഓക്കെ, ഈ കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിലേക്ക് എഴുതി വെക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു വാക്കാണ് ഇത് ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്നുള്ളത്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് എന്തായിരുന്നു രണ്ടാമത്തെ കാര്യം? എന്തായിരുന്നു? അതെ, സബ്സ്ക്രിപ്ഷൻ ആയിരുന്നു. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. കാരണം റെസിപ്റ്റ്സ് ഉണ്ട്, പേയ്മെന്റ്സ് ഉണ്ട് അല്ലേ? ഇപ്പോൾ 2020 എന്ന് പറയുന്ന ഒരു വർഷത്തിൽ നമുക്ക് 2019 എമൗണ്ട്സും കിട്ടിയേക്കാം അല്ലേ? അതുപോലെ തന്നെ 2021 എമൗണ്ട്സും കിട്ടിയേക്കാം. അതുപോലെ തന്നെ കൊടുക്കാനും ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ റെസിപ്റ്റ്സും പേയ്മെന്റ്സും ഏത് വർഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ നോക്കാതെ എഴുതി വെക്കുന്ന ഒരു അക്കൗണ്ടാണ് ഏത്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, പെട്ടെന്ന് ഓർത്തിരിക്കാൻ കിട്ടുന്ന തുകയെല്ലാം നമ്മൾ എഴുതി വെക്കുന്ന ഒരു അക്കൗണ്ടാണ് ഏത്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ പറഞ്ഞത്. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ നമുക്കിപ്പോൾ 2020 നമുക്ക് കുറച്ച് പൈസ കിട്ടുന്നുണ്ട്. അത് 2019 ഉണ്ട്, 2021 ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ നോക്കുന്നില്ല, നമ്മളിത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിലേക്ക് നേരെ അങ്ങ് എഴുതി വെക്കുന്നു. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു? പോരട്ടെ, ചിന്തിച്ചു നോക്ക്. എന്തായിരുന്നു? ഓക്കെ, റവന്യൂ ആൻഡ് ക്യാപിറ്റൽ അല്ലെ? റവന്യൂ ആൻഡ് ക്യാപിറ്റൽ. ഈ പറയുന്ന റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നമ്മൾ റവന്യൂ എഴുതി വെക്കും, ക്യാപിറ്റലും എഴുതി വെക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ എന്തായിരുന്നു? 1 ബാലൻസ് ബ്രോട്ട് ഡൗൺ, 2 സബ്സ്ക്രിപ്ഷൻ, 3 എന്തായിരുന്നു? ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. അപ്പൊ ഈ 3 കാര്യങ്ങളും നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ എഴുതി വെക്കും. ഓക്കെ, ഇനി നാലാമതായിട്ട് നമ്മൾ എഴുതി വെക്കാത്തൊരു കാര്യം പറയാണ്. അതെന്തായിരിക്കും? എന്തായിരിക്കും? കേട്ടില്ല, എന്തായിരുന്നു? ഓക്കെ, ഡിപ്രീസിയേഷൻ, അക്രൂഡ് ഇൻകം, അതുപോലെ തന്നെ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എവിടെ എഴുതി വെക്കില്ല? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ എഴുതി വെക്കാറില്ല. ഓക്കെ, ഇനി ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എവിടെ സംഭവിക്കുന്നത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഓർത്തിരിക്കാനായിട്ട് ജസ്റ്റ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം വേണ്ട എന്ന് ആദ്യം പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ ഇത് പ്രാക്ടിക്കലി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്നത് മനസ്സിലാക്കി വെച്ചാൽ മതിയാകും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ വരാതിരിക്കും? വരും.
അതിന് നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം അല്ലേ. ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറയുന്ന കാര്യം എവിടെ വരും, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ വരും എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് പോകുമ്പോഴോ അത് വരില്ല എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു, സബ്സ്ക്രിപ്ഷൻ ആയിരുന്നു. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ അത് ഏത് കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നോക്കാതെ നമ്മൾ എഴുതി വെക്കും. എവിടെ, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണെങ്കിലോ 2020 കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അതായത് 2020 ബന്ധപ്പെട്ട എമൗണ്ട് മാത്രം. ഓക്കെ, ആ എമൗണ്ട് ആണ് നമ്മൾ എവിടെ എഴുതി വെക്കുക, നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതി വെക്കാം. രണ്ടാമത്തെ കാര്യം ഓക്കെ ആയല്ലോ. ഇനി മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു, റവന്യൂ ആൻഡ് ക്യാപിറ്റൽ. ഓക്കെ, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അവിടെ എഴുതി വെക്കും. ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് പോകുമ്പോഴോ അതിനെ ക്യാപിറ്റൽ അങ്ങ് വെട്ടിക്കളയണം. റവന്യൂ മാത്രമായിരിക്കും നമ്മൾ എവിടെ എഴുതി വെക്കുക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതി വെക്കുക അല്ലേ. ഇനി നാലാമത്തെ കാര്യം എന്തായിരുന്നു, അതെ, ഡിപ്രിസിയേഷൻ, അക്രൂഡ് ഇൻകം, അതുപോലെ തന്നെ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എവിടെ എഴുതി വെക്കും, എവിടെ എഴുതി വെക്കുകയല്ല. അതിനൊരിക്കലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത് കേട്ടോ. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവിടെ എഴുതി വെക്കുമെന്ന്. പക്ഷെ നാലാമത്തെ കാര്യം മാത്രം നമ്മൾ അവിടെ ചെയ്യില്ല. അതെന്തായിരുന്നു നാലാമത്തെ കാര്യം, ഡിപ്രിസിയേഷൻ, അക്രൂഡ് ഇൻകം, ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് അല്ലെ. ഈ നാലാമത്തെ കാര്യം നമ്മൾ അവിടെ എഴുതി വെക്കാറില്ല. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ കാര്യം ചിന്തിക്കുമ്പോൾ എന്തായിരിക്കും, ഈ കാര്യങ്ങൾ അവിടെ കാണും അല്ലെ. അപ്പോ ഒരു അക്കൗണ്ടിലുള്ള കാര്യങ്ങൾ മറ്റു അക്കൗണ്ടിൽ കാണുകയില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അതായത് ഒന്നാമത്തേത് എന്തായിരുന്നു, ബാലൻസ് ബ്രോട്ട് ഡൗൺ, രണ്ടാമത്തേത് സബ്സ്ക്രിപ്ഷൻ, മൂന്നാമത്തേത് റവന്യൂ ക്യാപിറ്റൽ, നാലാമത്തേത് ഡിപ്രീസിയേഷൻ, അക്രൂഡ് ഇൻകം, ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. ഓക്കെ, ഈ കാര്യങ്ങൾ ഏതൊക്കെ, അതായത് ഈ കാര്യങ്ങൾ ഏത് അക്കൗണ്ടിലാണ് ഉള്ളത്, ഏത് അക്കൗണ്ടിലാണ് ഇല്ലാത്തത്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് ഏത് അക്കൗണ്ടിലാണ്, അതായത് ഒരു അക്കൗണ്ട് എടുക്കുക, ആ അക്കൗണ്ടിൽ ഉള്ള കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും പഠിച്ചു വെക്കുക. ഓക്കെ, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്ത അക്കൗണ്ട്. ആ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചാൽ മാത്രം മതിയാവും. നിങ്ങൾക്ക് എക്സാം ഒക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രധാനമായിട്ടും അതിന് ഡിസ്റ്റിങ്ഷൻസ് ഒന്ന് എഴുതി വെക്കാം അല്ലെ. വാട്ട് ഇസ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിസ്റ്റിങ്ഷൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ, ഇത് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമുക്കൊന്ന് ജസ്റ്റ് നോട്ടായിട്ട് എഴുതി വെക്കാം. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കണം. ഓക്കെ, ജസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതി വെച്ചാൽ മതി. 3 കോളംസ് വരച്ച് ജസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ആദ്യത്തെ കോളത്തിൽ എഴുതണം ബേസിസ് ഓഫ് ഡിസ്റ്റിങ്ഷൻ. രണ്ടാമത്തെ കോളത്തിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഐ ആൻഡ് ഇ എഴുതി വെച്ചാലും മതി. ഓക്കെ, മൂന്നാമത്തെ എന്താണ്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്, അതായത് ആർ ആൻഡ് പി. 3 കോളംസ് ആയിട്ട് നമ്മൾ എഴുതാനായിട്ട് പോവാണ്. ആദ്യത്തെ ഡിസ്റ്റിങ്ഷൻ എന്താണ്, ദാറ്റ് ഈസ് നേച്ചർ. ഓക്കെ, നേച്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ നേച്ചർ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, അതായത് ഒരു നോമിനൽ അക്കൗണ്ട് പോലെയാണ്. നോമിനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് ഇസ് നോട്ട് റിയൽ. ഓക്കെ, റിയൽ അല്ലാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ, ഈ ഡിപ്രീസിയേഷൻ, ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്, അതുപോലെ തന്നെ അക്രൂഡ് ഇൻകം തുടങ്ങിയ കാര്യങ്ങളൊക്കെ റിയൽ അല്ല അല്ലെ. അതുപോലെ തന്നെ കിട്ടാനുള്ളത്, കൊടുക്കാനുള്ളത്, ഇതൊക്കെ എന്ന് പറയുന്നത് റിയൽ ആയിട്ട് സംഭവിച്ച കാര്യങ്ങളല്ല അല്ലെ. റിയൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ എവിടെ എഴുതി വെക്കുക, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. സോ ദാറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട് അല്ലെ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, നോമിനൽ അക്കൗണ്ട് ആണ്. കാരണം നടക്കാത്ത സംഭവങ്ങൾ അവിടെ എഴുതി വെക്കുന്നത്. ഓക്കെ, അപ്പോ ജസ്റ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ താഴെ എഴുതി വെക്കുക ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്താണ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സെക്കൻഡ് പോയിന്റ് എന്താണ്, ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഓക്കെ, അപ്പുറത്ത് പോവാണെങ്കിലോ, ദാറ്റ് ഈസ് ടു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. അത് റിയൽ അക്കൗണ്ട് ആണ്, നോമിനൽ അക്കൗണ്ട് ആണ്. ദാറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. കാരണം കിട്ടിയത്,
കൊടുത്തത്. ഓക്കെ, സംഭവിച്ച കാര്യങ്ങൾ എഴുതി വെക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അതൊരു റിയൽ അക്കൗണ്ട് ആണെന്ന് പറയുന്നു. ഇനി അടുത്ത നമ്മൾ രണ്ടാമത്തെ ഡിസ്റ്റിങ്ഷനിലേക്ക് പോവാണ്. എന്തായാലും രണ്ടാമത്തെ വ്യത്യാസം, ദാറ്റ് ഈസ് നേച്ചർ ഓഫ് ഐറ്റംസ്. എന്തൊക്കെ കാര്യങ്ങളാണ് വരാത്തത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ വരുന്ന ഐറ്റംസിന്റെ നേച്ചർ എന്താണ്, പ്രത്യേകത എന്താണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസിന്റെ പ്രത്യേകത എന്തായിരുന്നു? അതായത് ഈ ക്യാപിറ്റലും റവന്യൂമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ എന്തായിരുന്നു? അതെ, ക്യാപിറ്റൽ ആയിട്ടുള്ള ഐറ്റംസ് എവിടെ വരില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരില്ല. പിന്നെ എന്ത് ഐറ്റംസ് അവിടെ വരിക? റവന്യൂ ഐറ്റംസ് മാത്രമാണ് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയിരുന്നു അല്ലേ. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ ഐറ്റവും അതുപോലെ തന്നെ റവന്യൂ ഐറ്റവും വരുന്നു അല്ലേ. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും? റവന്യൂ മാത്രമേ വരുള്ളൂ, ക്യാപിറ്റൽ ഇല്ല. ആ ഒരു കാര്യം എല്ലാവരും മനസ്സിൽ ഓർത്ത് വെച്ചേക്കണം കേട്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നോട്ടായിട്ട് എങ്ങനെ പറയാൻ പറ്റും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് താഴെ എന്ത് ചെയ്ത് വെക്കാൻ പറ്റും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് താഴെ എന്ത് ചെയ്ത് വെക്കാൻ പറ്റും? എന്ത് ചെയ്ത് വെക്കാൻ പറ്റും? ക്യാപിറ്റൽ വരുമോ? ഇല്ല. വരുമോ? ഇല്ല. അവിടെ റവന്യൂ നേച്ചറുള്ള ഐറ്റംസ് മാത്രമേ വരുള്ളൂ. അപ്പോ IRTയുടെ താഴെ എഴുതി വെക്കുക റവന്യൂ ഐറ്റംസ്, സിമ്പിൾ ആയിട്ട്. അപ്പുറത്ത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിലേക്ക് പോകുമ്പോഴത്തേക്കോ ക്യാപിറ്റൽ ഐറ്റംസ് ആൻഡ് റവന്യൂ ഐറ്റംസ് എഴുതി വെക്കാമല്ലോ. ഇനി അടുത്ത ഡിസ്റ്റിങ്ഷനിലേക്ക് പോകാം. പീരിയഡ്, കാലഘട്ടം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏത് കാലഘട്ടമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് നോക്കാതെ നമ്മൾ എഴുതി വെക്കുന്ന ഒരു അക്കൗണ്ടാണ്. അതായത് ഏത് കാലഘട്ടവുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത് എന്ന് നോക്കാതെ നമ്മൾ പൈസ എഴുതി വെക്കുന്ന ഒരു അക്കൗണ്ടാണ് ഏത്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് അല്ലെ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ താഴെ എന്തായിരിക്കും വരിക? ഒരു കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുത്തി, അതായത് കറന്റ് പീരീഡുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ നമ്മൾ ആ ഒരു അക്കൗണ്ടിൽ എമൗണ്ട്സ് എഴുതി വെക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ എഴുതി വെക്കുക ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഐറ്റംസ് റിലേറ്റഡ് ടു കറന്റ് പീരീഡ്. ഓക്കെ, ഇനി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിലേക്ക് പോകുമ്പോഴത്തേനോ പറയട്ടെ, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് റിലേറ്റഡ് ടു പ്രീവിയസ് ഇയർ, കറന്റ് ഇയർ ആൻഡ് സക്സീഡിങ് ഇയർ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിസ്ട്രിക്ഷൻ നോക്കാം. ഡെബിറ്റ് സൈഡ്. ഓക്കെ, ഡെബിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്തായിരിക്കും നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി വെക്കുക? എന്താണ്? എക്സ്പെൻഡിച്ചർ. ഓക്കെ, സോ ഡെബിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ്സ് what expenses. ഓക്കെ, ഇനി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിലേക്ക് പോകുമ്പോഴത്തേനും ഡെബിറ്റ് സൈഡ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് റെക്കോർഡ്സ് വാട്ട്? റെസിപ്റ്റ്സ്. ക്രെഡിറ്റ് സൈഡിലേക്ക് പോവാം. ക്രെഡിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ എന്താണ് വരിക? ഇൻകം ആണ് വരിക അല്ലേ. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ ആ ഒരു ഹെഡിങ്ങിന് താഴെ എഴുതുക ക്രെഡിറ്റ് സൈഡിന്റെ നേരെ എഴുതി വെക്കുക എന്ത്? ഇൻകം. ഓക്കെ, അപ്പുറത്താണെങ്കിലോ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എന്താ എഴുതി വെക്കുക? പേയ്മെന്റ്സ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ഡിപ്രീസിയേഷൻ ആണ്. ഓക്കെ, ഡിപ്രീസിയേഷന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ വരില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരും അല്ലെ. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ താഴെ ജസ്റ്റ് ഒരു ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. ഓക്കെ, ഇനി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിലാണെങ്കിലും ഒരു ക്രോസ് മാർക്കും കൊടുക്കാം. സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ഓപ്പണിംഗ് ബാലൻസ്. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടോ? ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. പക്ഷേ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും. യെസ്, ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക് എഴുതി വെക്കും അല്ലെ. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആ ഒരു ഹെഡിങ്ങിന് താഴെ ഈ ഒരു ഓപ്പണിംഗ് ബാലൻസിന് നേരെയായിട്ട് ഒരു
ക്രോസ് കൊടുക്കുക, അപ്പുറത്താണെങ്കിലോ ഒരു ടിക്ക് മാർക്ക്. റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നേരാണെങ്കിൽ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക അല്ലേ. ഇനി അടുത്തതായിട്ട് ക്ലോസിംഗ് ബാലൻസ് ആണ്. ക്ലോസിംഗ് ബാലൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ കീഴിൽ ക്ലോസിംഗ് ബാലൻസ് എന്തായിരിക്കും? ദാറ്റ് മേ ബി എ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് അല്ലേ. സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്നാണ് നമ്മൾ നോക്കുക. ഇനി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിലെ കാര്യമാണെങ്കിലോ ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് ഇൻ ബാങ്ക്, ബാലൻസ് ക്യാരി ഡൗൺ എന്ന രീതിയിൽ നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ എഴുതി വെക്കും അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രധാനമായിട്ടും നമ്മൾ ആ 4 കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്: ബാലൻസ് ബ്രോട്ട് ഡൗൺ, സബ്സ്ക്രിപ്ഷൻ, റവന്യൂ ആൻഡ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ, അക്രൂഡ് ഇൻകം, ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. ഈ 4 കാര്യങ്ങൾ ഓർത്തിരിക്കുക. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിലെ കേസിലാണെങ്കിൽ ഈ ബാലൻസ് ബ്രോട്ട് ഡൗൺ, സബ്സ്ക്രിപ്ഷൻ, റവന്യൂ ആൻഡ് ക്യാപിറ്റൽ, ഈ 4 കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഡിപ്രീസിയേഷൻ, അക്രൂഡ് ഇൻകം, ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഇല്ലായിരിക്കും. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ കേസിലാണെങ്കിലോ ബാലൻസ് ബ്രോട്ട് ഡൗൺ ഇല്ല. സബ്സ്ക്രിപ്ഷന്റെ കേസിലാണെങ്കിൽ ഈ വർഷത്തെ എമൗണ്ട് മാത്രമേ എഴുതി വെക്കുകയുള്ളൂ. റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എടുക്കുകയാണെങ്കിൽ റവന്യൂ മാത്രമേ എഴുതി വെക്കുകയുള്ളൂ. ഡിപ്രീസിയേഷൻ, അക്രൂഡ് ഇൻകം, ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഇവിടെ എഴുതി വെക്കും. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഓർത്തെഴുതാൻ മതിയാവും. പിന്നെ ഈ ഡിസ്റ്റിങ്ഷൻ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് തന്നു എന്നേ ഉള്ളൂ. കേട്ടല്ലോ? ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഇനി ബാലൻസ് ഷീറ്റിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത്. സോ സാധാരണ നമ്മൾ ബിസിനസ് ഓർഗനൈസേഷന്റെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ എഴുതുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ചില വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കാം. ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കുന്നത് എന്താണ്? കുത്തി വരയ്ക്കല്ല, എന്താ ചെയ്യാ? ലയബിലിറ്റീസും അസറ്റ്സും എഴുതി വെക്കും അല്ലെ. ലയബിലിറ്റീസിൽ നമ്മൾ ആദ്യം എഴുതി വെക്കുന്ന കാര്യം എന്തായിരുന്നു? ദാറ്റ് ഈസ് ക്യാപിറ്റൽ അല്ലെ. ക്യാപിറ്റലാണ് നമ്മൾ എഴുതി വെക്കുക. പക്ഷേ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ആദ്യം എഴുതി വെക്കുന്നത് ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് ആണ്. ഓക്കെ, ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. ഇവിടെ ക്യാപിറ്റൽ അല്ല, ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് ആണ്. ഓക്കെ, ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് എഴുതി വെച്ചു. പിന്നെ നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ബിസിനസ് ഓർഗനൈസേഷനെ കേസ് എടുത്ത് നോക്കിയപ്പോഴത്തേനും പ്രോഫിറ്റ് ആഡ് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യം ചെയ്തില്ലായിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് പ്രോഫിറ്റ് ആഡ് ചെയ്തു, അല്ലെങ്കിൽ ലോസ് ഡിഡക്ട് ചെയ്തു എന്ന രീതിയിൽ അല്ലെ. ഇവിടെ വരുമ്പോഴത്തേനും എങ്ങനെയാണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ സർപ്ലസ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഡിഡക്ട് ചെയ്യണം. ഓക്കെ, ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ കേസിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ലെസ് ക്യാപിറ്റലൈസ്ഡ് പോർഷൻ എന്ന് പറയുന്ന കാര്യം അവിടെ കാണിച്ചായിരുന്നു അല്ലേ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ റവന്യൂ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റലൈസ്ഡ് പോർഷനിങ് ഡിഡക്ട് ചെയ്യണം അല്ലേ. ഓക്കെ, ആ ക്യാപിറ്റലൈസ്ഡ് പോർഷൻ എവിടെയാ പിന്നെ എഴുതി വെക്കുക? ദാറ്റ് ഈസ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലാണ് അത് എഴുതി വെക്കേണ്ടത്. പിന്നെ നമ്മൾ എഴുതി വെക്കേണ്ട ഒരു കാര്യമാണ് ഫിക്സഡ് അസറ്റ്സ് അല്ലെ. ഫിക്സഡ് അസറ്റ്സിന്റെ കേസിലാണെങ്കിലോ ഡിപ്രീസിയേഷൻ കുറച്ചുള്ള എമൗണ്ട് നമ്മൾ അസറ്റ് സൈഡിൽ എഴുതി വെക്കണം. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ റെസിപ്റ്റ് സൈഡും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡും തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഇൻകം നേരത്തെ മേടിച്ചിട്ടുണ്ടോ, അഡ്വാൻസ് ആയിട്ട് മേടിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. അതായത് നമുക്ക് ഇനി കൊടുക്കാൻ എന്തെങ്കിലും കടമുണ്ടോ അല്ലെങ്കിൽ എക്സ്പെൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്.